ബ്രഹ്മാവിൻ്റെ വലതു പെരുവിരൽ അഥവാ ദക്ഷിണഗുഷ്ടത്തിൽ നിന്നും ജന്മമെടുത്തവനാകിയാൽ തന്നെ അവൻ്റെ നാമം ദക്ഷൻ എന്നാകുന്നു. പ്രജാപതി ദക്ഷന്റെ ജനനവും ജീവിതവും വിശദമായി നോക്കിക്കാണാം. വാണിവല്ലഭന്റെ മാനസപുത്രന്മാരിൽ ധാരാളം ഋഷിവര്യന്മാരും പ്രജാപതികളും ജന്മമെടുത്തിരിക്കുന്നു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ മനശ്ചിന്തയാൽ ജന്മമെടുത്ത പുത്രന്മാരാവുന്നു മാനസപുത്രന്മാർ. ബ്രഹ്മദേവനെ സൃഷ്ടിയുടെ കർമ്മത്തിനായി സഹായിക്കുന്നു, അതാകുന്നു അവരുടെ കർമ്മവും. അങ്ങനെ പ്രജാപതി ദക്ഷൻ അമാനുഷിക ശക്തിയുള്ള സജ്ജനങ്ങളായ തേജസ്സോടുകൂടിയ ഒരു കൂട്ടം ചൈതന്യത്തെ സൃഷ്ടിച്ചു. അവരെ ദേവന്മാർ എന്ന് വിളിക്കുന്നു. ദേവന്മാർ തന്നെ പല വിഭാഗങ്ങൾ ഉണ്ടാകുന്നു. അവരെ ഗണദേവതകൾ എന്ന് വിളിക്കുന്നു. അവർ ഇപ്രകാരമാകുന്നു: ആദിത്യന്മാർ 12, വിശ്വദേവന്മാർ 10, വസുക്കൾ 8, തുഷിതന്മാർ 36, ആഭാസ്വരന്മാർ 64, അനിലന്മാർ 49, മഹാരാജികന്മാർ 220, സാധ്വന്മാർ 12, രുദ്രന്മാർ 11 എന്നിവരാകുന്നു അവർ. അടുത്ത സൃഷ്ടി എന്നാൽ അസുരന്മാർ. അസുരന്മാർ എന്നാൽ അധികാരമോഹികളായ ഒരു കൂട്ടം തിന്മയുടെ പ്രതിരൂപങ്ങളാകുന്നു. എന്നാൽ വേദകാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ഇവർക്ക് ദേവന്മാരുടെ സ്ഥാനം നൽകിയിരുന്നു. വേദഗ്രന്ഥങ്ങളുടെ ദുരുപയോഗം മൂലം ഇവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടു. അടുത്തതായുള്ള ദക്ഷപ്രജാപതിയുടെ സൃഷ്ടികളായിരുന്നു ഋഷിവര്യന്മാർ. ശ്ലോകങ്ങളും നിയമങ്ങളും നിർമ്മിക്കപ്പെടുന്നതിനായി ജന്മമെടുത്തവരായിരുന്നു ഋഷിവര്യന്മാർ. ഗന്ധർവന്മാർ. ഗന്ധർവന്മാർ എന്നതായിരുന്നു അടുത്ത സൃഷ്ടി. ഗന്ധർവൻ എന്നാൽ ദേവലോകത്തെ ഗായകരും ദാസന്മാരുമാകുന്നു. അവർ അതിസുന്ദരന്മാരുമാകുന്നു. അടുത്തതായുള്ള സൃഷ്ടിയായിരുന്നു നാഗങ്ങൾ. ഇവരെയെല്ലാം സൃഷ്ടിക്കുക എന്ന കർമ്മത്തിൻ്റെ ഫലം എന്തെന്നാൽ പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പിനായി അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാകുന്നു ഇവർ. അങ്ങനെ കഴിയും വേളയിൽ ദക്ഷൻ വിന്ധ്യാപർവ്വത ശിഖരത്തിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. ദക്ഷൻ സൃഷ്ടിച്ച പ്രജകളുടെ എണ്ണം എന്നത് വളരെ തുച്ഛമായിരുന്നു. അതിനാൽ തന്നെ വിന്ധ്യാപർവ്വതത്തിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന ദക്ഷ പ്രജാപതിക്ക് മുൻപാകെ പത്മനാഭ ഭഗവാൻ ആഗതനായി. പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പിനായി ദക്ഷന്റെ പ്രജാസൃഷ്ടിയുടെ എണ്ണം പോരായികയാൽ തന്നെ ദക്ഷനെ സഹായിക്കുന്നതിനായി അസിഗ്നിയെ പത്നിയായി നൽകി. കൂടാതെ പിൽക്കാലത്ത് സ്വയംഭുവായ മനുവിൻ്റെ പുത്രി പ്രസൂതിയെയും അദ്ദേഹം വിവാഹം ചെയ്തു. അസിഗ്നിയിൽ ദക്ഷ പ്രജാപതിക്ക് 5000 പുത്രന്മാർ പിറവികൊണ്ടു. അവർ ഹര്വശ്വരന്മാർ എന്നാകുന്നു. പ്രജാസൃഷ്ടിയിൽ പിതാവിനെ സഹായിക്കാൻ എന്നതായിരുന്നു ഇവരുടെ ജന്മലക്ഷ്യം. എന്നാൽ ദേവഋഷി നാരദരുടെ ഉപദേശാർത്ഥം ലൗകിക ജീവിതങ്ങൾ പരിത്യജിച്ച് ആത്മീയതയെ അന്വേഷിച്ച് പുറപ്പെട്ടു അവർ. ദക്ഷന് പിൽക്കാലത്ത് വീണ്ടും പുത്രന്മാർ പിറവികൊണ്ടു. അവർ ശബലാശ്വന്മാർ എന്നറിയപ്പെട്ടു. അവർ 1000 പുത്രന്മാരായിരുന്നു. എന്നാൽ അവരും ജ്യേഷ്ഠ സഹോദരന്മാരുടെ പാത പിന്തുടർന്നു. പുത്രന്മാരുടെ പ്രവൃത്തിയിൽ കുപിതനായ പ്രജാപതി ദക്ഷൻ പുത്രന്മാരെ ഉപദേശിച്ചുകൊണ്ട് ഈ വിധം നാട് ചുറ്റിക്കുന്നവനായ നാരദ മഹർഷിയെ അദ്ദേഹം ശപിച്ചു. ഒരിടത്തും സ്ഥിരമായി വസിക്കാതെ ലോകം ചുറ്റി നടക്കുവാൻ ഇടയാവട്ടെ നാരദരെ എന്നതായിരുന്നു ആ ശാപം. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ദക്ഷന് അസിഗ്നിയിൽ 60 പുത്രിമാരും പ്രസൂതിയിൽ 24 പുത്രിമാരും ജനിച്ചു. ആ പുത്രിമാരെ കശ്യപ മഹർഷി, ചന്ദ്രദേവൻ, യമധർമ്മദേവൻ എന്നിവർക്കായി വിവാഹം ചെയ്തു നൽകി. അങ്ങനെയിരിക്കെ ആദിപരാശക്തിയെ ദക്ഷപ്രജാപതി തപസ് ചെയ്തു സംതൃപ്തനാക്കി മകളായി ജനിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രജാപതി ദക്ഷന്റെ തപസ്സിൽ സംതൃപ്തയായ ദേവി ഒരു പെൺകുഞ്ഞായി ജന്മമെടുത്തു. ആ കുഞ്ഞായിരുന്നു സതീദേവി. അവൾ വളർന്നു. അവളുടെ ആത്മാവിൻ്റെ പാതിയായ ശിവനെ പ്രണയിച്ചു. എന്നാൽ പ്രജാപതി ദക്ഷൻ ശിവവിദ്വേഷിയായിരുന്നു. ശ്മശാനവാസിയായ ഒരു വൈരാഗിക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു നൽകില്ല എന്ന് ദക്ഷൻ ശഠിച്ചു. എന്നിരുന്നാലും ബ്രഹ്മവിഷ്ണുമാരുടെ ഉപദേശാർത്ഥം
മനസ്സോടെ ശിവഭഗവാന് സതീദേവിയെ വിവാഹം ചെയ്ത് നൽകി ദക്ഷൻ. അങ്ങനെയിരിക്കെ ദക്ഷൻ ഒരു മഹായാഗം നടത്തുവാൻ തീരുമാനിച്ചു. ബൃഹസ്പതി സവനം എന്നതായിരുന്നു ആ യജ്ഞം. എന്നാൽ പരമേശ്വരനും സതീദേവിയും ഒഴിച്ച് ഏവരും ക്ഷണിക്കപ്പെട്ടു. അതിൽ കോപാകുലയായ സതീദേവി പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്നു. അവൾ എല്ലാവരുടെയും മുൻപാകെ അപമാനിതയായി. തൻ്റെ പിതാവ് തൻ്റെ പതിയെ അപമാനിക്കും വിധം വാക്കുകൾ പ്രയോഗിച്ചു. അവയെല്ലാം സഹിക്കാൻ കഴിയാതെ അവിടെ എരിഞ്ഞിരുന്ന യജ്ഞകുണ്ഡത്തിൽ പ്രവേശിച്ച് ആത്മത്യാഗം ചെയ്തു ദാക്ഷായണി. തൻ്റെ പത്നിയുടെ വിയോഗത്തിൽ സംഹാരതാണ്ഡവമാടിയ മഹാദേവൻ തിരുജട പിടിതെറിഞ്ഞു. അതിൽ നിന്നും വീരഭദ്രൻ ജന്മം കൊണ്ടു. തൻ്റെ അർദ്ധാംഗിനിയുടെ മരണത്തിന് കാരണമായ ദക്ഷനെ വധിക്കുക എന്നതായിരുന്നു വീരഭദ്രൻ്റെ ജന്മലക്ഷ്യം. വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് ഛേദിച്ചു. എന്നാൽ ഗ്രഹങ്ങളുടെയും മറ്റും പാലകനായിരുന്ന ദക്ഷന്റെ വിയോഗം പ്രപഞ്ചത്തിന്റെ അസന്തുലിതാവസ്ഥയെ ബാധിച്ചു. ബ്രഹ്മവിഷ്ണുമാരുടെ അപേക്ഷാർത്ഥം മഹാദേവൻ ദക്ഷൻ ഒരു അജത്തിന്റെ ശിരസ് പുനഃസ്ഥാപിച്ചുകൊണ്ട് പുതുജീവൻ നൽകി. അങ്ങനെ പുതുജീവൻ ലഭ്യമായ ദക്ഷ പ്രജാപതി ഒരു ശിവഭക്തനായി തീർന്നുകൊണ്ട് തൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടു.